സവാരി എൻ്റെ നിത്യ ജീവിത ദിനചര്യയുടെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും ഞാൻ പ്രഭാതം കാണുന്നുണ്ട്, പ്രഭാതത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം പ്രഭാതം ഒരു അനുഭൂതി വിശേഷം തന്നെയാണ്. ഞാനിപ്പോഴും മനസ്സിൽ അനുഭൂതിയോടെ സൂക്ഷിക്കുന്നത് എൻ്റെ ബാല്യകാല അളവിലെ പ്രഭാതങ്ങളെയാണ്. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നും സൂക്ഷിക്കുന്ന ഒരു പ്രഭാതമുണ്ട് എന്ന് പറയുമ്പോൾ 1956 ഞാൻ ആദ്യമായി തിരുവനന്തപുരം കാണുന്നത്. അന്ന് എനിക്കൊരു ഏറിയാലൊരു 6-7 വയസ്സ്, അതിനപ്പുറത്തേക്കില്ല. എൻ്റെ മൂത്ത സഹോദരി ഈ തിരുവനന്തപുരത്ത് മലയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിലെ അധ്യാപികയായിരുന്നു. ഞാൻ എൻ്റെ ചേച്ചിയേക്കാൾ 10-20 വയസ്സിന് ഇളയ കുട്ടിയാണ്. അങ്ങനെ ചേച്ചിയെ കാണാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ആണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും ഇത്രയോ വർഷങ്ങൾ കഴിയുന്നു, ഈ മൂക്കുന്നിമല എന്ന് പറയുന്ന ആ മലയിൽ എൻ്റെ ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു 4:30-5 മണിയാകുകയുള്ളൂ. ആ മലയുടെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ കാഴ്ചയുടെ അനുഭൂതി ഇപ്പോൾ എത്രയോ വർഷങ്ങൾ, 10-50ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ ഇന്നും അങ്ങനെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്. അതിരാവിലെ ഞാൻ പ്രഭാത സവാരിക്ക് പോകാറുണ്ട്. ഒരിക്കലും ഈ മെയിൻ റോഡിലൂടെ ഞാൻ നടക്കാറില്ല. എനിക്ക് പോകാനായിട്ട് കുറേ വഴികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വയലുകൾ, വരമ്പുകൾ അതിലൊക്കെ നടക്കുമ്പോഴത്തേക്കുള്ള ഏറ്റവും ഒരു സുഖമെന്ന് പറയുന്നത് ഈ നഗരത്തിൽ പല ആളുകൾക്ക് ലഭിക്കാത്തൊരു സന്തോഷമാണ്. ഈ ധാരാളം പക്ഷികൾ, കുറ്റികൾ ഒക്കെ ഇങ്ങനെ വയലിൽ വന്നിരിക്കുക. ഞാനീ നടക്കുമ്പോൾ എല്ലാം മറന്ന് അതിനെ കുറച്ച് നേരം നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ അതിരാവിലെയുള്ള ഈ പ്രഭാതചര്യ എനിക്ക് നൽകുന്ന മാനസികമായിട്ടുള്ള സന്തോഷം, ഊർജം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ആ ഒരു മുഴുവൻ ദിവസത്തെയും ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കഴിവ് എനിക്ക് തരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രഭാതവും എഴുത്തുമായിട്ടും ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും നന്നായിട്ട് എഴുതാൻ കഴിയുന്നത് പ്രഭാതത്തിൽ എഴുതുമ്പോഴാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വളരെ ഉറക്കമുള്ള എഴുതുമ്പോഴത്തേക്ക് പലതും വേണ്ടത്ര കോൺസെൻട്രേഷൻ കിട്ടാറില്ല. ഇപ്പോൾ പ്രഭാതത്തിൽ എഴുതി തുടങ്ങുന്നത് നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ജീവിതചര്യ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ജീവിതചര്യ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ചാനലുകളൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് സമയം കളയുന്ന ഒരാളായതുകൊണ്ട് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ ചുരുക്കം ചില ദിവസങ്ങളിൽ അതിരാവിലെ എഴുന്നേക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അങ്ങനെ അതിരാവിലെ എഴുന്നേക്കാൻ പറ്റാതെ വരുമ്പോൾ ആ ദിവസം മുഴുവൻ അതിൻ്റെ ഒരു ക്ഷീണവും ഒരു ആലസ്യമൊക്കെ നിലനിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷവും വീണ്ടും ചില പ്രഭാത ദൃശ്യങ്ങൾ അങ്ങനെ മനസ്സിൽ ഹരിതഭംഗിയോടുകൂടി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എനിക്കൊരു 6-7 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് കുട്ടനാട്ടിലൂടെ ഒരു ജലയാത്ര ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. വളരെ നല്ല ചുവപ്പ് മാറിയിട്ടില്ലാത്ത ആകാശം, അതിൻ്റെ പ്രതിഫലനം ഈ ജലപ്പരപ്പിൽ, ആ പരപരാ വെളുപ്പിന് കുട്ടനാട്ടിൽ കൂടി ആ ഒരു വഞ്ചിയിൽ ഇങ്ങനെ ഏതാണ്ട് ഒരു 4-5 കിലോമീറ്ററോളം യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി, ഈ അനുഭൂതികളൊക്കെ എന്തെങ്കിലും ഒരിക്കൽ വീണ്ടും തിരിച്ചു കിട്ടുമോ എന്ന് ഞാൻ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ആ അനുഭൂതിയുടെ ഒരു 100-1 പോലും പിന്നീട് അതിനെ പുനർജനിപ്പിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ മനസ്സിലിങ്ങനെ സ്ഥാനം പിടിച്ച പ്രഭാത ദൃശ്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള അനുഭവങ്ങൾ അയവിറക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിന് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഞാൻ ഈ മൂക്കുന്നിമലയിലെ പ്രഭാതം, കുട്ടനാട്ടിലെ ജലാശയത്തിൽ കൂടെ യാത്ര ചെയ്തപ്പോഴുണ്ടായ പ്രഭാതം, അല്ലെങ്കിൽ പണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിച്ചിരുന്നപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് പാളയത്തുകൂടി നടക്കുന്ന ആ പ്രഭാതം, ഇങ്ങനെ മനസ്സിൽ ഒരുപാട് പ്രഭാത സ്മരണകൾ വളരെ സജീവമായിട്ട് തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിലനിൽക്കുകയാണ്.
എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കം പാലക്കാട്ടായിരുന്നു. ഞാൻ ഈ MTയുടെ നോവലുകളും മറ്റും വായിച്ച് എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയാണ് കൽപ്പാത്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൽപ്പാത്തി. ആ കൽപ്പാത്തി ക്ഷേത്രത്തിൻ്റെ പരിസരത്തോട് ഒഴുകുന്ന കൽപ്പാത്തിപ്പുഴ എൻ്റെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അതിരാവിലെ കൽപ്പാത്തിപ്പുഴയിലേക്ക് ഉള്ള പോക്ക്, അവിടെയുള്ള പ്രഭാത സ്നാനം, അവിടെയുള്ള ആ മണൽപ്പരപ്പ്, അതെല്ലാം വളരെ വർഷങ്ങളോളം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കൽപ്പാത്തി വീണ്ടും ഒന്ന് കാണാൻ പോയപ്പോൾ ഞാൻ ഈ കൽപ്പാത്തി വീണ്ടും കാണേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. കാരണം അവിടെയെല്ലാം ഈ വെളിഞ്ചേമ്പുകളും മറ്റും വളരെ വന്യമായിട്ട് വളർന്ന് ആ കൽപ്പാത്തിയുടെ സൗന്ദര്യം മുഴുവൻ നശിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രായം ഒരു ഘടകമായിരിക്കാം നമ്മുടെ അനുഭൂതികളെ സംബന്ധിച്ചിടത്തോളം. ചെറിയ പ്രായത്തിൽ കണ്ട അതേ ദൃശ്യങ്ങൾ നമ്മൾ മാറിയ പ്രായത്തിൽ കാണുമ്പോൾ അനുഭൂതി ഉണ്ടാകണമെന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഒരു പുഴയെന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ഞാനങ്ങനെ വലിയ പുഴകളൊന്നും ഇല്ലാത്തൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സ് നിറയെ MTയുടെ നോവലുകളും MTയുടെ നോവലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാരതപ്പുഴയൊക്കെ ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഭാരതപ്പുഴയുടെ കാണാനായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഭാരതപ്പുഴ ഇന്ന് പൂർണ്ണമായിട്ടും മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ മുറപ്പെണ്ണെന്ന സിനിമയിൽ പ്രേം നസീർ ഭാരതപ്പുഴയുടെ തീരത്തുകൂടി നടന്നുകൊണ്ട് കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന് പാടുന്ന ആ ഒരു ദൃശ്യമുണ്ടല്ലോ. ഇനി ഭാരതപ്പുഴ നിവാസികൾക്ക് അതുപോലെയുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മഴ വരുമ്പോൾ കുത്തിയൊലിച്ച് ഭാരതപ്പുഴ വന്യമായിട്ട് അങ്ങനെ ഒഴുകും. അത് കഴിഞ്ഞ് വേനൽ വരുമ്പോൾ വറ്റി വരണ്ട് ഒരു സഹാറ മരുഭൂമി പോലെ കാണപ്പെടുന്നു. അപ്പോൾ ഈ പ്രഭാതങ്ങളൊക്കെ തന്നെ ഈ പുഴയുമായി ബന്ധപ്പെട്ട പ്രഭാതങ്ങളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഓണം ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതേതരമായിട്ടുള്ള ഒരു ഉത്സവമായിട്ട് വികസിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു മധ്യ തിരുവിതാംകൂറുകാരനാണ്. ശരിക്കും പറഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കടുത്താണ് എൻ്റെ ജനന സ്ഥലം. അപ്പോൾ ചങ്ങനാശ്ശേരി ആ പ്രദേശങ്ങളൊക്കെ ഒരു ക്രിസ്തീയ ഭൂരിപക്ഷ പ്രദേശമായിരുന്നുകൊണ്ട് ഓണം അങ്ങനെ ഒരു വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഓണാഘോഷ സ്മരണകളൊന്നും അയവിറക്കാനായിട്ട് എനിക്കില്ലതാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലഹരി നഷ്ടപ്പെട്ട ഉത്സവമായിട്ട് തന്നെയാണ് ഞാൻ കരുതുക. ഞാനിനി എത്ര ശ്രമിച്ചാലും ആ പഴയ കാലത്തിൻ്റെ ഒരു അനുഭൂതിയോ സന്തോഷമോ ഒക്കെ പുനർജനിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കവികൾക്കും ഗാനരചയിതാക്കൾക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമായിരുന്നിട്ടുണ്ട് എന്നും പ്രഭാതങ്ങൾ. പണിതീരാത്ത വീട് എന്ന സിനിമയിൽ ജയചന്ദ്രൻ പാടിയ വളരെ മനോഹരമായൊരു ഗാനമുണ്ട്. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം.